നിലമ്പൂരിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന പി വി അൻവറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും UDF സജ്ജമാണ് എന്നും ആര്യാടൻ ഷൗക്കത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ വരാൻ പോവുകയാണ്. നിലമ്പൂരിലെ സ്ഥിതി അവസാനവട്ടം പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? ഇല്ല, നിലമ്പൂര് UDF നല്ല പ്രതീക്ഷയിലാണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. താങ്കളുടെ പേര് തന്നെയാണല്ലോ മുൻപന്തിയിൽ സ്ഥാനാർത്ഥിയാകുന്നത്. എന്റെ പേരിന്റെ പ്രശ്നമല്ല, അത് ആരായാലും ഐക്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂർ സജ്ജമായി നിൽക്കുകയാണ് UDFന്റെ പ്രവർത്തകർ. അത് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എത്രമാത്രം പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ കഴിയും, വളരെ ആത്മവിശ്വാസത്തോടെ ആ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിയിരിക്കുകയാണ്. യോഗം കൊച്ചിയിൽ തുടങ്ങി, താങ്കളുടെ പേര് കേൾക്കാൻ കാത്തിരിക്കുന്നവരാന്ന് തോന്നുന്നു ഒപ്പമുള്ള അണികളൊക്കെ. അങ്ങനെയൊന്നുമില്ല, എൻ്റെ പേരൊന്നുമില്ല, UDFന്റെ സ്ഥാനാർത്ഥിയുടെ പേര്. അതാരായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്ന. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അതിൻ്റേതായ ചില സംഗതികളുണ്ട്. അത് കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും, UDF ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സദാ സജ്ജമായി നിലമ്പൂർ ഒരുങ്ങിയിരിക്കും. പി വി അൻവർ ഇന്നലെ പറഞ്ഞത് UDF സ്ഥാനാർത്ഥി ആരായാലും നിരുപാധിക പിന്തുണ ഉണ്ടാകുമെന്നാണ്. ഇന്നിപ്പോൾ പറയുന്നത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. അത് പി വി അൻവറും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ ചർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യം. അൻവറിന്റെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ? അൻവറിന്റെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. 100% ഗുണമാവും. പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും, തീർച്ചയായും. ഒരു പ്രചാരണം ഒന്നവണ്ണം ആരംഭിച്ചോ വിധത്തിലാണോ? ഇല്ല, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ എങ്ങനെ പ്രചരണം ആരംഭിക്കാൻ? ആർക്കും ആരംഭിക്കാൻ കഴിയില്ല.